പ്രസ് മീറ്റിന് എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർക്കുന്നു. എനിക്കൊരു ബാലതാരമായി വരാനുള്ള ആഗ്രഹമായിരുന്നു. അത് ഇത്രയും സമയമെടുത്തു. ആ യാത്ര വലുതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര വലുതായിരുന്നു, ഒരുപാട് വലുതായിരുന്നു. എന്താണ് അങ്ങനെ സംഭവിച്ചത്? അല്ല, എനിക്ക് തോന്നുന്നു താങ്കൾ നല്ലൊരു ഡാൻസറാണ്, കലാമണ്ഡലത്തിൻ്റെ ഒരു പ്രതിഭയാണ്, നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തു, നിരവധി അവാർഡുകൾ വാങ്ങിയ പിന്നെ സിനിമയിലേക്ക് എത്താൻ ഒരു വൈകാനുള്ള കാരണം പിന്നെ ചിന്തിച്ചോ? സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ലൈഫിനെ വെച്ചിട്ട് ഞാൻ കൃത്യമായ സമയത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നതാണ്. കുറച്ച് വർഷം മുൻപായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ എന്താണ് നടക്കാത്തത്. ബിക്കോസ് എനിക്ക് ഡാൻസ് ഞാൻ 4 വയസ്സിൽ പഠിച്ചു തുടങ്ങിയതാണ്. 4 വയസ്സിൽ പഠിക്കുമ്പം ഞാൻ ഡാൻസും അതേപോലെ ടി വിയിലൊക്കെ കാണുമ്പോൾ റിയാലിറ്റി ഷോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിൽ പങ്കെടുക്കണം അങ്ങനെ ഉണ്ടായിരുന്നു. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വരണം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇതെങ്ങനെ വരണം എന്താണെന്നറിയില്ല, വീട്ടിലാർക്കും അറിയില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 1-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയും ടി വിയിൽ കാണണം. എങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു കുട്ടിയൊക്കെ ആകുമ്പോൾ കളിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കാർഡ്ബോർഡ് ബോക്സിൽ ഞാൻ ടി വി ഒക്കെ ആക്കിയിട്ട് അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെയൊക്കെ, അതെ എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ടി വിൻ്റെ ഫ്രണ്ടിലാണ്. പിന്നെ ലേറ്റർ കുറേ വർഷം കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് തേടി എത്താൻ തുടങ്ങി. നർത്തകിയാണെന്നൊക്കെ അറിഞ്ഞ് വരാൻ തുടങ്ങി. അതിനുശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് നടക്കാണ്ട് പോയി. അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന തൊട്ട് മുൻപ് വൺ ഓഫ് ദ ടോപ്പ് ആക്ടർ ഇൻ ഇന്ത്യ, പുള്ളിയുടെ ഫീമെയിൽ ലീഡായിട്ട്, ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ദ നെയിം പേര് ഞാൻ പറയണില്ല. ഹീസ് എ വെരി വെരി ടോപ്പ് ആക്ടർ. മലയാളത്തിലാണോ തമിഴില്? എനിക്ക് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഓപ്പർച്യൂണിറ്റി. തമിഴും തെലുങ്കും വന്നിട്ടുണ്ട്, കുറെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു അത് സംഭവിക്കാത്തത് നന്നായി. അതെ അതെ, അത് ഒരുപാട് പ്രാവശ്യം പൂജ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് മൊമെന്റിൽ പടം സ്റ്റോപ്പായി പോയി. അത് എന്റെ കാരണം കൊണ്ടല്ല, വേറെ പല കാരണങ്ങളും കൊണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ തൊട്ട് മുൻപ് പ്രോജക്റ്റ് കുറച്ച് ഡിലേ ആയി, നടന്നില്ല. അങ്ങനെ പല പല കാരണം നീണ്ടു പോയി. ഇപ്പം എനിക്ക് 20-ൽ കൂടുതൽ വർഷമായി. ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഞാൻ ഇല്ല. ഇപ്പൊ ഇനി സങ്കടമുള്ള, ഇനി അന്ന് വിളിച്ച നായകന്റെ കൂടെ അഭിനയിക്കാൻ ഇനി ഡേറ്റ് ചോദിച്ചു വരും. അതാണ് ഈ സിനിമ. അതെ അതെ അതെ, ആ രീതിക്ക് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്ന് ഏതൊക്കെ പൂജ നടത്തിയിട്ടുണ്ട്, സൈൻ ചെയ്യാൻ പോയപ്പോൾ നടന്നിട്ടില്ല, അവരെല്ലാം ഇവിടെ കേരളത്തിൽ വന്ന് ഡേറ്റിന് വേണ്ടി നിൽക്കുന്ന നിലയിലേക്ക് ഈ സിനിമയിൽ നായിക എത്തിയിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റമില്ല. അന്ന് ഒത്തിരി വിഷമിച്ചു അല്ലേ? പേരൻസ് ഒത്തിരി വിഷമിച്ചിട്ടുണ്ടോ? പേരൻസ് ആക്ച്വലി വിഷമിക്കുന്നതിനേക്കാളും ഞാൻ കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വിഷമത്തിനേക്കാളും എനിക്ക് അവരെൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട് എൻ്റെ കൂടെ എല്ലാത്തിനും എനിക്കിങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട്, പോകണം, കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ വരാലോ എന്ന് പറഞ്ഞ് കൂടെ അത്രയും വന്നിട്ട് നടക്കാണ്ട് അവർ ഡിസപ്പോയിന്റ് ആണ് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ എന്നെ എഫക്ട് ചെയ്തത് അതായിരുന്നു. തോന്നിയോ പിന്നീട് ഇനി അങ്ങോട്ട് പരിശ്രമിക്കണ്ട? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഗിവപ്പ് ചെയ്യില്ല. ഐ തിങ്ക് ആ മെൻറ്റാലിറ്റി ആണ് ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണമെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ഗിവപ്പ് ചെയ്തില്ല. ഇൻ ബിറ്റ്വീൻ എനിക്ക് ദേഷ്യം വന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ സിനിമ കാണാണ്ടായി, ഞാൻ റിയാലിറ്റി ഷോസ് കാണാണ്ടായി, ഒന്നും കാണണ്ട ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ എത്ര ട്രൈ ചെയ്തു, കയ്യിൽ വന്നിട്ട് പോവല്ലേ. അപ്പോൾ പിന്നെ എനിക്കത് കാണണ്ട. പക്ഷെ എനിക്ക് എവിടെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു, വൺ ഡേ ഐ വിൽ മേക്ക് ഇറ്റ് എന്നൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ആക്ച്വലി തിരിച്ച് കുറേ 2-3 വർഷം ഞാൻ ഒന്നും മൈൻഡ് ചെയ്യില്ലായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ തിയേറ്ററിൽ പോയിട്ട് പടമൊക്കെ കാണും. പടം ഇഷ്ടമാണല്ലോ, കാണും. പക്ഷെ എനിക്കിങ്ങനെ നമ്മൾ ഇത്ര ട്രൈ ചെയ്തല്ലോ എന്നിട്ട് കിട്ടിയില്ലല്ലോ, ഈ സാധനം ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. അല്ല, എനിക്ക് തോന്നുന്നു ഈ പറയുമ്പം ഇത്തരമൊരു കഷ്ടപ്പാട് നമ്മൾ ഡയറക്ടർമാരിൽ കാണാറുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർമാരെ വർഷങ്ങളോളം എഴുതി സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ പോകുന്നു, നടക്കുന്നില്ല. അങ്ങനെ എത്രയോ ഡയറക്ടർമാരെ സ്ക്രിപ്റ്റ് റൈറ്റർമാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു നായികയാകണമെന്ന് അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു മുഖം കാണിക്കണമെന്ന് അത് നമുക്കൊരു കഴിവ് വരെ ഉണ്ടായിട്ടുണ്ട്. ദൈവം തന്നൊരു കഴിവ്, നർത്തകി എന്നൊരു കഴിവ് ഉണ്ടായിട്ട് പോലും എത്താതെ വരുമ്പോൾ ആ വിഷമവും വലിയ വിഷമം തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ആ ഒരു വിഷമമൊക്കെ മാറിയില്ല ഇപ്പം. ഞാൻ ഇന്നലെ ഷാരിസ് ചേട്ടനോട് പറയായിരുന്നു, ഞാനൊരു പൂ ചോദിച്ചപ്പോൾ ദൈവം പൂന്തോട്ടം തന്നൊരവസ്ഥ, പൂക്കാലം കൊണ്ട് തന്നു, ആ ഒരു സ്റ്റേജിലാണ്. പക്ഷേ ലിറ്ററലി ഞാനതാ പ്രസ് മീറ്റിൽ പറഞ്ഞത്, ഞാൻ എന്തിനെയാണോ തേടിക്കൊണ്ടിരുന്നത് അത് എന്നെയും തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് ചിഞ്ചു റാണി
കഥാപാത്രം എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ സെക്കൻഡിൽ എൻ്റെ പെർസ്പെക്റ്റീവ് ലൈഫിനോടുള്ളത് ആ ചേഞ്ച് പേര് വലുതാട്ടോ, ഇതിലും ആ പേര് വന്നു, അതെ, 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 സ്ക്രിപ്റ്റിൽ വന്നു, സ്ക്രിപ്റ്റിൽ മാറ്റിയതല്ല അവര്. മാറ്റിയതല്ല. ആ ദാറ്റ് മൊമെന്റ് എനിക്ക് ചിഞ്ചു റാണി എന്നാണ് കഥാപാത്രം നിറഞ്ഞ സെക്കൻഡിൽ എൻ്റെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. കുറച്ചുകൂടെ ഞാൻ റിലാക്സ്ഡ് ആയി. എനിക്ക് മനസ്സിലായി എവിടെയോ ആരും എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഓൾറെഡി എവറിത്തിങ് ഇസ് ദെയർ, എഴുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും. വീട്ടിലാരൊക്കെയാ ഉള്ളത്? അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി, 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികൾ. ഞാൻ രണ്ടാമത്തെ. ചേച്ചി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ചേച്ചി മാൾട്ടയിൽ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അനിയത്തി ഡോക്ടറാണ്. MBBS ഒക്കെ കഴിഞ്ഞു, വർക്ക് ചെയ്തു. ഇപ്പം PG പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കണം. PGക്ക് പോവാണ്. അതെ, നമ്മൾ ഡാൻസിലേക്ക് വന്നു. ഞാൻ പൂർണ്ണമായിട്ടും ഡാൻസിലേക്ക് കലാകാരിയായിട്ട് ജീവിതം മൊത്തം മാറ്റി വെച്ചു. കലയ്ക്ക് വേണ്ടി ലൈഫ് മൊത്തം മാറ്റി. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും നിങ്ങളുടെ ഒരു ഏരിയ തന്നെ കൊല്ലംകോട് ഭാഗത്താണ്. അവിടെ നിന്ന് വന്ന് എറണാകുളത്ത് വന്ന് നിൽക്കണം. സിനിമയ്ക്ക് ഒരു ഹബ്ബ് എന്ന് പറഞ്ഞ കൊച്ചിയാണ്, പണ്ട് ട്രിവാൻഡ്രമാണ്, അതിന് മുമ്പ് ചെന്നൈ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നിൽക്കണം നമ്മൾ, അങ്ങനെയാണ് സിനിമ കിട്ടുന്നുള്ളത്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇനി ഇവിടെയൊക്കെ സെറ്റിൽ ആകേണ്ട ഒരു നിലയിലേക്ക് വരെ പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ വേണ്ട എന്ന് തെളിയിച്ചു ഈ സിനിമ. കൊല്ലംകോട്ട് ഇരുന്നാലും അവിടെയും വരും. പണ്ടൊരു ചൊല്ലുണ്ട്, നെല്ല് എവിടെയും കൊണ്ടെങ്കിൽ എലി കൊല്ലത്താണി വരും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത്. അതെ. ഇല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ, എൻ്റെ നാടിൻ്റെ പേര് പറഞ്ഞത്. ബിക്കോസ് പാലക്കാടാണ്, കൊല്ലംകോടാണെന്ന് പറയുമ്പം ഈ ജേർണിയിൽ നമ്മൾ എവിടെയെങ്കിലും ട്രൈ ചെയ്യുമ്പം പെട്ടെന്നൊരു ജഡ്ജ്മെൻ്റൽ ഉണ്ട്. പാലക്കാടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്കിത് പല സ്ഥലത്തും എനിക്ക് ഹേർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന് മുൻപ് തന്നെ കൊച്ചിയിൽ വന്ന് ഫ്ലാറ്റ് എടുത്ത് സ്റ്റേ ചെയ്യാനാണ് നിന്നത്, എൻ്റെ സ്കൂള് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഞാൻ ഇന്നലെ പഠിച്ചത് ഇവിടെയാണ്, സെൻറ്റ് ട്രേസസിലേക്ക് പഠിച്ചതൊക്കെ. അപ്പം ഞാൻ ഇന്നലെ ദിലീപേട്ടനോട് പറഞ്ഞേ, എനിക്കപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വാശിയായി. വാട്ട് എവർ, ഐ ഡോണ്ട് നോ ഫ്യൂച്ചറിൽ എന്താ ചെയ്യാൻ പോണേന്ന്. പക്ഷേ എൻ്റെ സ്കൂൾ തുടങ്ങുമ്പോൾ ഞാനൊരു ഇൻ്റർനാഷണൽ സ്കൂൾ റൺ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. ഒരു 20-22 രാജ്യത്തു നിന്ന് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതൊരു വാശിയായി, എനിക്കെൻ്റെ നാട്ടിൽ കൊല്ലംകോട് തുടങ്ങണം, എൻ്റെ സ്കൂള് കൊല്ലംകോട് വെച്ച് തന്നെ തുടങ്ങണം. അവിടെ നിന്ന് തന്നെ എൻ്റെ ക്ലാസ്സസ് US ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും UK ആണെങ്കിലും അവിടെ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞ് വാശിക്ക് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്കങ്ങനെ എൻ്റെ നാട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം പല സ്ഥലങ്ങളിലും ഇങ്ങനെ കൊല്ലംകോടാണെങ്കിലും നമ്മളുടെ കാലിബർ ഉള്ള ആൾക്കാർ എവിടെയാണെങ്കിലും വൺ ഡേ ദിസ് പ്രപഞ്ചം will support you. അല്ല, കൊല്ലംകോട് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയോ സിനിമ ഒരുങ്ങിയിരിക്കുന്നു. അതെ, എത്ര ഹിറ്റ് സിനിമകൾ ഉണ്ടായിരിക്കുന്നു പാലക്കാട്, കൊല്ലംകോട്. ഇപ്പോഴും പാലക്കാട് ലൊക്കേഷനാണ്. അപ്പൊ അത് ശരിക്കും ഒരു അഭിമാനമാണ്, ഒരു മാറ്റവും ഇല്ല. എന്റെ നാട് തൊടുപുഴയാണ്. തൊടുപുഴയിൽ ഹിറ്റുകൾ മാത്രം ഉണ്ടാവുന്ന ഒരു ലൊക്കേഷനാണ്. ദൃശ്യം തുടങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തുടരും, ലാലേട്ടന്റെ ഹിറ്റ് തൊടുപുഴയാണ്. അപ്പൊ അതുപോലെ ഹിറ്റുകൾ സമ്മാനിച്ച നാടാണ് പാലക്കാട്, കൊല്ലംകോട്. ഒരു മാറ്റമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.